ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഡിഫറെൻറ്റ് കോഴ്സ്, പല ഇൻസ്റ്റിറ്റ്യൂഷൻ, പല മെത്തേഡുകളൊക്കെ പരീക്ഷിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പകുതി വെച്ച് നിർത്തിയവരുണ്ട്. ഇനി എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല അങ്ങനെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും ഇംഗ്ലീഷ് പഠനം നിർത്താനുള്ളൊരു കാരണം അവർ ഡിപ്പെൻഡ് ചെയ്ത മെത്തേഡ് തന്നെയാണ്. യെസ്. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായ ആളുകൾ അല്ലെങ്കിൽ +2 ഈവൻ PhD പാസ്സായ ആളുകൾക്ക് വരെ ഈ ലാംഗ്വേജ് എത്തുമ്പോൾ എന്തോ ഒരു ടെൻഷൻ, അതുപോലെ പബ്ലിക്കായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പല ആളുകൾക്കും ഇപ്പോഴും അത്രയും ആ ഒരു കഴിവ് വരുന്നില്ല, കോൺഫിഡൻസും വരുന്നില്ല. പല കാര്യങ്ങൾ അതുണ്ടാവും. ഫോർ എക്സാമ്പിൾ, അവർ ചൂസ് ചെയ്ത മെത്തേഡായിരിക്കാം, അല്ലെങ്കിൽ അവർ ലാംഗ്വേജിന് കൊടുത്തൊരു ഇമ്പോർട്ടൻസിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ മെൻറ്റേഴ്സ് അവർക്ക് കൊടുക്കുന്ന ലാംഗ്വേജിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അതിൻ്റെ കുറവായിരിക്കാം. എത്രത്തോളം നമുക്ക് ഭാഷ ആവശ്യം വരും, ഒരു പ്രോപ്പർ വേ ഓഫ് മെത്തേഡ് അല്ല അവർ പഠിച്ചിട്ടുള്ളത് ഇതുവരെ. ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സ്ഥലത്ത് സ്ട്രഗിൾ ചെയ്യുന്നതുണ്ട്. എസ്പെഷ്യലി ഇൻ്റർവ്യൂസ്. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ ഈ ലാംഗ്വേജിൻ്റെ ആ ഒരു ബാരിയർ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് നമ്മൾ ഒരുപാട് പേരുടെ മുന്നിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അത് വലിയൊരു ഡിഫിക്കൽട്ടിയാണ് പലർക്കും. ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്തൊരു ജോലിയിലേക്ക് 10,000 20,000 മാത്രം സാലറി വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് മേ ബി ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അവർക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ദേ ഹാവ് ടു പെർഫോം എക്സ്ട്രീംലി വെൽ ഇൻ ദി ഇൻ്റർവ്യൂ. അത്രയും ടഫ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഇന്ന് ജോബ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് സബ്ജക്ട് നോളജ്, മാത്തമാറ്റിക്സും മറ്റു വിഷയങ്ങളൊക്കെ നന്നായിട്ട് സബ്ജക്ട് നോളജ് ഉള്ളവരായിരിക്കും. അവർ ദേ ഈവൻ സ്ട്രഗിൾ വിത്തൗട്ട് ദ പ്രോപ്പർ ലാംഗ്വേജ്. പിന്നെ പലർക്കും ആളുകളെ ഫേസ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു പേടി. യെസ്, അതാണ് ഒരുപാട് പേരുടെ ഒരു ഇഷ്യൂ. അത് ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും ഹൈലി ക്വാളിഫൈഡ് ആളുകളാണെങ്കിലും ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ പേടി. ഒരു പക്ഷെ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ എസ് എഴുതും, മെസ്സേജ് അയക്കുമ്പോൾ നല്ല ലാംഗ്വേജ് ആയിരിക്കും, റീഡിംഗ് റൈറ്റിംഗ് എല്ലാം പ്രൊഫഷണൽ ആക്സന്റ് ആയിരിക്കും. they lack something. Yeah, whenever they face an audience, yes, they struggle. എനിക്ക് തോന്നുന്നു സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമിയുടെ L3 അഡ്വാൻസ്ഡ് കോഴ്സ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത് മെറ്റിക്കുലസ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്, ഇന്നോവേറ്റീവ് ആയിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ കോഡ് റൂം, ഒന്നാമത്തെ കോഡ് റൂം, അതിൽ നമുക്ക് സെൽഫി ടെക്നിക്, റോബോട്ട് പപ്പോ, ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാലൻ ടെക്നിക്, അതുപോലെ ഐഡിയ ഇതിന്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിച്ചെടുക്കാൻ സ്ട്രഗിൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം അഡ്വാൻസ്ഡ് കോഴ്സാണ് എന്ന് കേൾക്കുമ്പോൾ ഇത് ടഫായിരിക്കും എന്നുള്ളൊരു എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ, അതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ടേംസ് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അത് നമ്മുടെ സ്പീക്കീസിയുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള കോഡുകളാകും. ഇതിലേക്ക് വരുമ്പോൾ ഇത്രയും ഈസി ആയിട്ട് ഈ ഒരു ടെക്നിക്കിലൂടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് സ്റ്റുഡന്റിന് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കോഡുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പീക്കീസി അത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. ആൻഡ് റൂം 2 ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് അത്രയും യൂസ്ഫുൾ ആണ്. വൊക്കാബുലറി റൂം, അതിൽ സിറ്റുവേഷണൽ കോൺവെർസേഷൻസ് അല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെ അവിടെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയണം. അതെ, എനിക്ക് തോന്നുന്നു അതിലൊരു 20 to 30 കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് കോൺവെർസേഷൻ. ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു വൊക്കാബുലറി എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, സോ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു പല ആളുകളുടെ ഒരു പ്രശ്നം, പദങ്ങളുടെ മീനിങ് അവർക്കറിയാം. അപ്പം സെയിം മീനിങ് ഒക്കെ ഉള്ള പദങ്ങൾ വരികയാണെങ്കിൽ അത് ഏത് നോഷനിൽ പറയണം, ഈ പദം ഇവിടെയാണോ പറയേണ്ടത് അവിടെയാണോ പറയേണ്ടത്, ഇതെങ്ങനെ നമുക്കത് യോജിപ്പിക്കാം എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിറ്റുവേഷണൽ വൊക്കാബുലറി ആ റൂം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഇങ്ങനെയുള്ള ആളുകൾക്ക്. അതിൽ തന്നെയാണ് അവരുടെ ഒരു സ്പീക്കിംഗ്
ആക്ടിവിറ്റിയും നമ്മൾ ആ റൂമിൽ തന്നെ അതെ, നമുക്ക് ക്യൂ കാർഡൊക്കെ വരുന്നുണ്ട്. വരുന്നത് ആ റൂമിൽ. എസ്പെഷ്യലി IELTS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. വളരെ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് അവർക്കൊരു ബേസ് കിട്ടി ഓൾറെഡി. എങ്ങനെയാണ് സ്പീക്കിങ്ങിലേക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടും. പിന്നെ എനിക്ക് തോന്നി L3 മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ കൺസേൺ പബ്ലിക് സ്പീക്കിംഗ് മെയിൻ കൺസേൺ. പബ്ലിക് സ്പീക്കിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂം നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിനായിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു റൂം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു 5 ആളുകളോ 10 ആളുകളോ അവർ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കും, പിന്നെ അവര് വേർഡ്സ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്യുന്നത് കോണ്ടന്റ് ഒക്കെ മറന്നോ എന്തോ അവർക്കത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പബ്ലിക് സ്പീക്കിംഗ്, അതിൻ്റെ പ്രാക്ടീസ്, നമ്മൾ ബോഡി ലാംഗ്വേജ് അതൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഒരുപാട് പോയിന്റ്സ്, പിന്നെ ലിസണിങ് പ്രാക്ടീസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ് റൂമും L3 ഏറ്റവും നല്ലൊരു കോഴ്സാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. 4ാമത്തെ റൂം നമ്മൾ എന്തായിരുന്നു? റൈറ്റിംഗ് റൂം. റൈറ്റിംഗ് റൂമിൽ എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റൈറ്റിംഗ് റൂമിൽ ഇമെയിൽ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, എസ്സേ, റിപ്പോർട്ട് റൈറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളും പൊതുവെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണ് ഇമെയിൽ റൈറ്റിംഗ്, ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഇമെയിലൊക്കെ എഴുതാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ബേസിക് ആയിട്ട് ഒരു ഇമെയിൽ റീപ്ലൈ അയക്കാൻ, ജോബ് ഓഫർ ലെറ്റർ വരെ വന്നു കഴിഞ്ഞാൽ അറിയാത്ത ഒരുപാട് കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല ലെറ്റേഴ്സും സൂപ്പർഫിഷ്യലി നോക്കുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ അയക്കുന്ന മെയിൽ ലിംഗ്വിസ്റ്റിക്കലി പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ മെഷർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഒരു ജോബ് ഓഫർ ലെറ്റർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്ത് റീപ്ലൈ കൊടുക്കും, അങ്ങനെയൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു L3 എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു കോഴ്സായിരിക്കും ലാംഗ്വേജിന്റെ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലേ. സോ ഈ റൂം 1, റൂം 2, റൂം 3 ആൻഡ് റൂം 4 ഈ 4 റൂംസിലൂടെയും കടന്നു പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളൊരു ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അഡ്വാൻസ് ലെവൽ എന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റിന് ഇത് ഡെലിവർ ചെയ്യാനും. അതെ, കോഡുകളാണ്, റീഡിംഗ് റൈറ്റിംഗ് ഉണ്ട്, നമ്മൾ കവർ ചെയ്യാത്ത ഒരു ഏരിയയില്ല. അതും ഈ കുറഞ്ഞ ഡ്യൂറേഷനിൽ നമ്മൾ മാക്സിമം ഒരു മാസത്തെ ഡ്യൂറേഷനിലാണ് അവർക്ക് ഇതൊക്കെ കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസും സ്റ്റുഡന്റിൽ നിന്നുണ്ട്. സ്പീക്കിംഗ് ഒരുപാട് ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മിനിമം 30 minutes, ഹാഫ് ആൻ അവർ ആണ് അവർക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് വിത്ത് ട്രെയിനർ. ഇപ്പോൾ ഡെയിലി 30 minutes സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റുഡന്റിന് അത്യാവശ്യം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പം ഗോൾഡ് പാക്കേജ് എടുക്കുന്ന ആളുകൾക്കാണ് ഇപ്പം അനക പറഞ്ഞ ഹാഫ് ആൻ അവർ പ്രാക്ടീസ് അവർ. ഇനി അവർ പ്രീമിയം എടുക്കുകയാണെങ്കിൽ 45 minutes, പ്രീമിയം പ്രോ എടുക്കുകയാണെങ്കിൽ 1 hour. It's a very good option to enhance the fluency. ഇപ്പോൾ ലാംഗ്വേജിന്റെ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് അഡ്വാൻസ്ഡ് ലെവൽ L3 അഡ്വാൻസ്ഡ് കോഴ്സ്. പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് പീരീഡിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സംസാരിക്കാനും കരിയറിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനും പ്രൊമോഷൻ ലഭിക്കാനും ട്രാക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സ്. ഡെഫിനറ്റ്ലി. So let's suggest this course for our students. So thank you. Have a nice day. Speak Easy English Academy, your language expert.